Now we are going to discuss about force on a current carrying conductor placed in a magnetic field. Let us consider a conductor PQ of length L and an area of cross section A, which is placed in a uniform magnetic field B, making an angle theta with the field. In this figure, you can see that this conductor is placed in a magnetic field B, making an angle theta. ഇവിടെ നമ്മളൊരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി എന്നുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് വെച്ചിരിക്കുകയാണ്. ആ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. ഈ പി ക്യു എന്നുള്ള ഈ കണ്ടക്ടറിന്റെ ലെങ്ത് എൽ എന്നാണ് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഈ കണ്ടക്ടറിനകത്തൂടെ ഐ എന്ന് ഉള്ള ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ കറണ്ടിന്റെ ഡയറക്ഷൻ പി യിൽ നിന്ന് ക്യൂയിലേക്കാണ്. The direction of the current is from P to Q. However, the direction of the electron is from Q to P. That is because നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് പി നിന്ന് ക്യൂയിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നാണ്. പക്ഷെ ഇവിടെ ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ ക്യൂയിൽ നിന്ന് പിയിലേക്കായിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏത് ഡയറക്ഷനിലാണോ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നത്. ഇതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ കൊണ്ടാണ് കറണ്ട് ഉണ്ടാവുന്നത് എന്നാണ്. അപ്പൊ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനിൽ എടുത്തു. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇലക്ട്രോൺസ് ആണ് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻസിലേക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ എടുക്കുന്നത് ഇലക്ട്രോൺ ഏത് ഡയറക്ഷനിലാണോ ഫ്ലോ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മളിവിടെ പിയിൽ നിന്ന് ക്യൂയിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അതേസമയത്ത് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് ക്യൂയിൽ നിന്ന് പിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ത് തന്നെയായിരിക്കും? ഈ ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ തന്നെ ആയിരിക്കും. അതായത് ക്യൂയിൽ നിന്ന് പിയിലേക്കായിരിക്കും നമ്മുടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ. എ കറണ്ട് ഐ ഫ്ലോസ് അലോങ് ദ പി ക്യൂ. പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഹെൻസ് ദ ഇലക്ട്രോൺസ് ആർ ഡ്രിഫ്റ്റഡ് അലോങ് ദ ക്യൂ പി. ക്യൂയിൽ നിന്ന് പിയിലേക്കാണ് ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് ആവുന്നത് വിത്ത് എ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി. ഇനി നോക്കുക, if n is the number of electrons per unit volume in the conductor. n എന്താണ്? ഈ കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഇലക്ട്രോൺസിന്റെ നമ്പർ ഡെൻസിറ്റി തന്നെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് എത്രയാണ്? നമ്മൾ n എന്നാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? കറണ്ട് എന്ന് വെച്ചാൽ I is equal to electron density n into area of cross section A, drift velocity v, and the charge of the electron E. We can write current I is equal to Na VdE, where Vd is the velocity of the electron and E is the charge of the electron. N is the number density of electrons inside the conductor. അല്ലെങ്കിൽ എന്ത് പറയാം? free electrons per unit volume in the conductor. ഇവിടെ A എന്ന് എടുത്തിരിക്കുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദിസ് കണ്ടക്ടർ ആണ്. നമ്മളിവിടെ ഈ കൺസിഡർ ചെയ്യുന്ന കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് A. അപ്പൊ നമുക്ക് I കിട്ടിയിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ബൈ ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. നമ്മളിവിടെ ഈ ഇക്വേഷനെ ബോത്ത് സൈഡ്സ് I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. L കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. L എന്താണ്? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ IL is equal to Na VdEL എന്ന് കിട്ടിയിരിക്കും. അപ്പൊ നമുക്ക് IL is equal to Na VdEL എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ കറണ്ടിന്റെ വാല്യൂ എന്തായിരിക്കും? ഇത് ഇലക്ട്രോൺസിന്റെ അപ്പോ ഈ കറണ്ടിന്റെ ഡയറക്ഷൻ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ IL is equal to minus Na VdEL എന്ന് എടുക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ യഥാർത്ഥ ചാർജ് എന്താണ്?
നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈൻ കൂടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് കിട്ടുന്നത് കറണ്ട് എലമെന്റിന്റെ വാല്യൂ IL is equal to minus NaVdEL എന്നാണ്. ആ ഇക്വേഷൻ നമ്മൾ 1 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് the negative sign in the equation indicates that the direction of the current is opposite to the direction of the drift velocity of the electrons. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ കറണ്ട് എലമെന്റിന്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കറണ്ട് എലമെന്റിന്റെ ഡയറക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈ ഒരു ഡയറക്ഷനിലാണ്. എന്നാൽ കറണ്ട് എലമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. അടുത്തതായിട്ട് സിൻസ് ദ ഇലക്ട്രോൺസ് മൂവ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് the magnetic Lorentz force on the moving electron can be calculated. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഈ കണ്ടക്ടർ വെച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഇതിനകത്തൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മുകളിൽ ഒരു ലോറൻസ് ഫോഴ്സ് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. ആ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാം. ഫോഴ്സ് ഓൺ എ സിംഗിൾ ഇലക്ട്രോൺ നമുക്ക് കണ്ടുപിടിക്കാം. ഫോഴ്സ് ഓൺ എ സിംഗിൾ ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു F ഈക്വൽ ടു EVD ക്രോസ് B. നമ്മുടെ ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F is equal to Q into V cross B ആണ്. ഇവിടെ Q എന്ന് വെച്ചാൽ ചാർജ് ആണ്. ആ ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് E ആണ്. Vക്ക് പകരം VD ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ക്രോസ് B. ഫോഴ്സ് ഓൺ എ സിംഗിൾ ഇലക്ട്രോൺ F is equal to E into VD ക്രോസ് B എന്ന് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്കറിയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമ്മൾ നമ്പർ ഡെൻസിറ്റി ഇലക്ട്രോൺസിന്റെ നമ്പർ ഡെൻസിറ്റി n നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അതിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ടർ കിട്ടും. അപ്പോൾ വോളിയം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത് ചെയ്താൽ മതി. അപ്പോൾ കണ്ടക്ടറിന്റെ വോളിയം കിട്ടും. മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഡെൻസിറ്റി n വി ക്യാൻ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ദ കണ്ടക്ടർ. That is capital N, the total number of free electrons in the conductor is equal to NaL എന്ന് കിട്ടിയിരിക്കുകയാണ്. ഇനി ടോട്ടൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഇലക്ട്രോണിന്റെ മുകളിലെ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ കിട്ടും. അതായത് ടോട്ടൽ ഫോഴ്സ് F is equal to N into F, where capital N is the total number of electrons inside the conductor and small f is the force acting on a single electron. Now we are substituting equation 2 and 3 in the above equation. ഈ ഇക്വേഷനകത്ത് നമ്മൾ 2 ഉം 3 ഉം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ടോട്ടൽ ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ F is equal to NaL മൈനസ് ഇ ഇൻറ്റു വി ഡി ക്രോസ് ബി എന്ന് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ബി ക്യാപിറ്റൽ ബി ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് അവസാനമായിട്ട് കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? F is equal to minus NaL E VD cross B എന്നുള്ള ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് NaL VD നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇക്വേഷൻ 1 എന്താണ്? IL is equal to minus NaVdEL എന്നാണ്. അപ്പൊ ഇതിനകത്ത് NA നമ്മൾ ഈ ലാസ്റ്റ് നാലാമത്തെ ഇക്വേഷനകത്ത് NaVdEL നമ്മൾ എന്ത് കൊടുക്കുകയാണ്? IL എന്ന് കൊടുക്കുകയാണ്. അപ്പോ ഫോർത്ത് ഇക്വേഷൻ എങ്ങനെ മാറും? F is equal to IL cross B എന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അവസാനമായിട്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ F is equal to I into L into L cross B എന്നാണ്. Where I is the current flowing through the conductor, L is the length of the conductor and B is the magnetic field. Using this equation you can find the total force on a conductor which is placed in a magnetic field B. ഇതിനടുത്തായിട്ട് നമുക്ക് അതിനകത്തുള്ള ഓരോ കേസസ് നോക്കാം. F is equal to IL cross B എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് എന്തായിരിക്കും?
ഇവിടെ ഒരു ക്രോസ് പ്രോഡക്റ്റ് ആണുള്ളത്. അപ്പൊ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ഈസ് F is equal to BIL sin theta എന്ന് എഴുതാവുന്നതാണ്. where B is the magnetic field, I is the current flowing through the conductor, L is the length of the conductor. ഇനി നോക്കുക, if the conductor is placed along the direction of magnetic field, അതായത് നമ്മുടെ കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നതിന്റെ ഡയറക്ഷൻ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ കണ്ടക്ടർ വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ആംഗിൾ എത്രയാണ്? തീറ്റ ഈക്വൽ ടു 0 ആവും. അങ്ങനെ തീറ്റ 0 ആവുകയാണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താ പറയാം? സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു 0, therefore ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു 0. അതായത് if the conductor is placed along the direction of the magnetic field, that is theta equal to 0, then force acting on the conductor will be 0. But when the conductor is placed perpendicular to the magnetic field, നമ്മുടെ കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നത് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്, ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ കണ്ടക്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. then what will happen? Then theta will be 90 degree. Then using this equation we can write that F is equal to BIL എന്ന് എഴുതാവുന്നതാണ്. And therefore the conductor experience maximum force when it is placed perpendicular to the magnetic field എന്ന് നമുക്ക് പറയാം.